ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടത്തിയ ഏറ്റവും മികച്ച സമരമാർഗങ്ങളിലൊന്ന് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ സമരമായിരുന്നു. അന്ന് ഇന്ത്യ സഖ്യം നിലവിലില്ല. പ്രതിപക്ഷത്തുള്ള നിരവധിയായ രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുത്തു. അതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് നിന്നപ്പോൾ BJPയുടെ നട്ടലൊടിയുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രധാനമന്ത്രി സ്ഥാനം നരേന്ദ്രമോദിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം വലിയ തോതിൽ ഉദിക്കുന്ന സമയത്താണ് അദ്ദേഹം വിവാദമായ കർഷക നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് പിന്നോട്ട് പോയത്. ഇപ്പോൾ 75 വയസ്സിലേക്ക് എത്തുന്ന നരേന്ദ്രമോദിയെ RSS തന്നെയാണ് ഒതുക്കാൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദി ഇങ്ങനെ വളർന്നാൽ അദ്ദേഹം മാതൃസംഘടനയ്ക്ക് ഭീഷണി തന്നെയാണ്. RSSനെ കുറ്റം പറയാനും RSSനെ ചെളിവാരി തേക്കാനും JP നദ്ദയടക്കം ഒരുപിടി നേതാക്കൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. മോദിയുടെ തണലിലെന്ന വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് അത്തരത്തിലൊരു കർശന നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നത്. എത്ര വലിയവനായിരുന്നാലും 75 കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടോളൂ. പക്ഷേ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ശരിയല്ല. ഗഡ്കരിക്ക് സുവർണാവസരം നാഗ്പൂരിൽ നിന്ന് തന്നെ ചർച്ചയ്ക്കൊടുവിൽ ലഭിക്കുമെന്ന സൂചനകൾ പുറത്തുവരികയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നരേന്ദ്രമോദിയുടെ പിൻഗാമികളാകാൻ ശ്രമിക്കുന്നവർക്കാണ്. കാരണം RSSന്റെ അജണ്ട ഈ പിൻഗാമികൾക്ക് തിരിച്ചടിയായി മാറുമെന്നുള്ളത് വളരെ വ്യക്തം. ഇന്ത്യ മുന്നണി പിന്നീട് ഏറ്റവും ശക്തമായി വിജയിപ്പിച്ചെടുത്ത സമരങ്ങളിലൊന്ന് ഇപ്പോൾ ബീഹാറിലെ വോട്ടർ അധികാർ റാലിയും അതിനെ വലിയ തോതിൽ ഇന്ത്യയൊട്ടുക്കും വിജയിപ്പിച്ചെടുക്കാൻ പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ട സമരവുമാണ്. തേജസ്വി യാദവ് വെറുതെ പറഞ്ഞതല്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കും. കാരണം ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത വലുതാണ്. മറ്റൊരു ജനകീയനായ നേതാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ പിന്തുണ എന്തുമാത്രമാണെന്ന് നേരിട്ട് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. നിരന്തരം കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്നവർക്ക് അതിന്റെ അന്തസത്ത മനസ്സിലാകില്ല. കാരണം ഈ രാജ്യത്ത് അവർക്ക് വേണ്ടി അട്ടിമറി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപന്തിയിലുണ്ട്. അവർക്ക് വേണ്ടി അട്ടിമറി നടത്തി നാടുവിട്ട് സുഖവാസം നടത്തുന്ന മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അങ്ങനെയെല്ലാമുള്ള സാഹചര്യത്തിൽ മാത്രമാണ് NDA ഇവിടെ കേവല ഭൂരിപക്ഷം തികച്ചത്. അവിടെയാണ് പ്രധാനമന്ത്രി സ്ഥാനമൊഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് ഞാൻ നാളെ നീ എന്ന വചനം അത് വളരെ വ്യക്തമായി തന്നെ നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കും. ജഗദീപ് ധൻഖറിനെ നാണം കെടുത്തി വിട്ടപ്പോൾ അദ്ദേഹത്തിനെ പുച്ഛിച്ചു തള്ളിയപ്പോൾ നരേന്ദ്രമോദി വിചാരിച്ചില്ല ഇനി കൊഴിയാൻ പോകുന്നത് താനാണെന്നും തന്റെ സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യവും. ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.